ഗായ്സ്, നമ്മൾ ഇന്ന് മുട്ട പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇതെന്താ മുട്ട പപ്സിന് ചായ ഇല്ലാത്തന്നല്ലേ? ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു പേസ്ട്രി ഷീറ്റ് വെച്ചിട്ട് സെറ്റാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വലിച്ചു നീട്ടി പൊറോട്ട ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിന്റെ ഡോയും നമ്മൾ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ആ ഒരു റെസിപ്പി എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഇഡ്ഡലി ഈസ്റ്റുകാർ ബക്ലാവയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയുള്ള ഫീലോ പേസ്ട്രീസ്. ആ ഫീലോ പേസ്ട്രി ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ കണ്ടപ്പോഴാണ് ഞാൻ ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതേ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പപ്സും ഉണ്ടാക്കാൻ പോകുന്നത്. മസാല ഉണ്ടാക്കാൻ വേണ്ടി സവോള അരിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം കുടുകൂടാന്ന് ചാടി. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. സംഭവം തമാശയാണെങ്കിലും പണ്ടത്തെ ആൾക്കാർ പറയുന്നതാണ്, ഈ കണ്ണെരിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ കെട്ടിച്ചുവിടുന്ന വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കരയാനേ നേരം ഉണ്ടാവുള്ളൂ എന്ന്. പണ്ട് തമാശയ്ക്ക് അമ്മ ഇത് പറഞ്ഞു തരുമ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ വിൽ പവറൊക്കെ വെച്ചിട്ട് കരയാതെ സവോള ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. സംഭവം നടക്കില്ല, കാരണം ഇതിന് പിന്നെ ഒരു സയൻസ് ഉണ്ടല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളന്ന് വലിച്ചു നീട്ടി പൊറോട്ട ഉണ്ടാക്കിയ അതേ സ്റ്റെപ്പിൽ, പക്ഷേ എല്ലാം വലിച്ചു നീട്ടിയ ഷീറ്റ് നമ്മൾ അടക്കടക്കായിട്ട് വെച്ചതിന് ശേഷം പിന്നെ അത് കഷ്ണാക്കി നോക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമ്മുടെ മുട്ട പപ്സിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ ടെക്സ്ചറിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം മുട്ട പപ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പഫ് പേസ്ട്രി ആണെങ്കിൽ ഇത് നമ്മൾ ഫീലോ പേസ്ട്രി പോലെയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്ചറിന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ദേ ഇങ്ങനെയാണ് നമ്മുടെ ബേക്ക് ചെയ്ത് കിട്ടിയത്. സംഭവം നല്ല കിടലിനായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലെയേഴ്സ് കാണണ്ടോന്ന് അറിയില്ല, ബട്ട് സീരിയസ്